നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ 6th ഡേ ആണ്, സർജറി കഴിഞ്ഞിട്ടുള്ള 5th ഡേ. അപ്പം നമ്മൾ ഇവിടെ എൻക്വയറി ചെയ്തപ്പോൾ 5 days ആണ് നീ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെ കാൽക്കുലേഷനിൽ അഡ്മിഷനായി അന്ന് മുതൽ 5 days ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരുന്നത്. അപ്പോൾ സിസ്റ്ററൊക്കെ പറഞ്ഞു സർജറി കഴിഞ്ഞിട്ടുള്ള 5 days ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അമ്മ വീട്ടിൽ ചെന്ന് ഒന്ന് റിലാക്സായി നമുക്ക് ഡിസ്ചാർജ് ആയ ശേഷം ടോട്ടൽ എത്ര എമൗണ്ട് ആയി എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവേ. മാത്രമല്ല എന്നും മൈക്ക് എടുക്കണം എന്ന് ഞാൻ കരുതും, പക്ഷെ മൈക്ക് എടുക്കാനായിട്ട് മറന്നു പോവും. അതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് അമ്മയും കുറച്ച് ടയേർഡൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, അമ്മ ഇപ്പം നമുക്ക് കണ്ടു നിൽക്കുന്നതിനെക്കാട്ടി ഒരാൾക്ക് അവരുടെ അനുഭവം പറയാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അമ്മയെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷെ അമ്മ ഓക്കെ, മീൻസ് ആ ഒരു വേദനയും ക്ഷീണവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കറക്റ്റായിട്ട് പറയാൻ ഒരു പെർഫെക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും വീഡിയോ എടുക്കാത്തത്. ഉറപ്പായിട്ടും ഞാൻ അമ്മയെ കൊണ്ട് എന്താണെന്നുള്ളത് പറയിപ്പിക്കും. അമ്മയുടെ ആഫ്റ്റർ റിസൾട്ട് പറയിപ്പിക്കും, ബിഫോർ എങ്ങനെയായിരുന്നു എന്ന് പറയിപ്പിക്കും, നമുക്കുണ്ടായ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ പറ്റുവാണെങ്കിൽ ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഡോക്ടറെ കൊണ്ടൊരു ഡീറ്റെയിൽ വീഡിയോ എനിക്ക് ചെയ്യിപ്പിക്കണം താല്പര്യമുണ്ട്. കാരണം ഒത്തിരി കമൻസാണ് നമ്മളിപ്പോൾ റീൽസ് ഇട്ടാലും വീഡിയോസ് ഇട്ടാലും വരുന്നത്. ഇതിനെത്രയായി, ഇതെങ്ങനെയായി, ഇതെന്താ, ഇതേതാ. കാരണം പലർക്കും ഈ റോബോട്ടിക് സർജറിയെ പറ്റി അത്രയ്ക്ക് അറിയത്തില്ല. ഇതിപ്പം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഈ റോബോട്ടിക് സർജറി. ട്രിവാൻഡ്രത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്കും വലിയ അറിവുണ്ടായിരുന്നില്ല. ഇതുപോലെ പരസ്യമൊക്കെ കാണും, അപ്പോൾ എന്താണ് ഏതാണ് എന്നൊന്ന് നോക്കണം. അപ്പോൾ ഡോക്ടറെ പറ്റി ഇതിനോട് അന്വേഷിച്ചപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതൊക്കെ. അപ്പം നമ്മൾ പറയുന്നതിനെക്കാട്ടി, ഞാനിപ്പോൾ ഏത് കാര്യമല്ല, നമ്മൾ പറയുന്നതിനെക്കാട്ടി അതിനെപ്പറ്റി പഠിച്ച ഒരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ചെയ്യാൻ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വീട്ടിൽ ചെന്ന ശേഷം ചെയ്യുന്നുണ്ട്. ഡോക്ടറിൻ്റെ പെർമിഷൻ ഉണ്ട്, ഡോക്ടറിന് സമ്മതമാണെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ഡോക്ടറെ കൊണ്ടും എന്താണ് ഇതാണ് എന്നൊക്കെ ഉള്ളത് പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും ഇന്നലെ ഞാൻ ഇവിടെ ആയിരുന്നു സ്റ്റേ. ഞാൻ ഇന്നലെ വീട്ടിൽ പോയി മിനിങ്ങാന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് ഇന്നലെ ഞാനായിരുന്നു രാത്രി സ്റ്റേ. രാവിലെ മുതലുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ ഡിസ്ചാർജ് ആകും എന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ വന്നു, ജസ്റ്റ് ഒന്ന് നടത്തിക്കുകയൊക്കെ ചെയ്തു. ഡോക്ടർ വന്നു, അപ്പോൾ മുട്ടക്കറിയും ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു, ഞാനൊരു മുട്ട പുഴുങ്ങിയതും പറഞ്ഞു, ഒരു ബ്ലാക്ക് ടീയും പറഞ്ഞു. ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു HP നോക്കിയപ്പോൾ ഭയങ്കര കുറവാണ്, 11 വേണം, 8 ഉള്ളൂ. അതുകൊണ്ട് ബ്ലഡ് അടച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ പോയാൽ കറങ്ങി വീണ് പോവും, സ്ട്രെങ്ത് കിട്ടത്തില്ല, അതുകൊണ്ട് ബ്ലഡ് ഇട്ടാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. സോ ഡിസ്ചാർജ് നാളത്തേക്കാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയുടെ മുഖം ഒന്ന് വാടിയപ്പോൾ ഞാൻ ഡോക്ടറോട്, ഡോക്ടറെ എങ്ങനെയല്ല ഇന്ന് എന്നെ ഒന്ന് വിടാമോ, നമുക്ക് വീട്ടിൽ പോയാൽ അത്രയും ഒരു ഇതുണ്ടാവും, വേറെ ബുദ്ധിമുട്ടുകളൊന്നും അമ്മയ്ക്കില്ല. അപ്പോൾ കാലുവേദനയൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും കാലുവേദനയൊക്കെ വരും, അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കണ്ട, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റിലൊന്നും വേറെ ഇല്ല, HP വളരെ കുറവാണ്, ഭക്ഷണമൊക്കെ കഴിക്കാത്തത് കൊണ്ട് പറ്റിയതാണ്, അമ്മ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരുമായിരുന്നു എന്നൊക്കെ ഡോക്ടർ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഡിസ്ചാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു, ഇന്നലത്തെ വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഇൻഷുറൻസിനൊക്കെ ഉച്ചവരെയാണ് അവർ ഓഫീസുള്ളത്. അത് കഴിഞ്ഞ് വർക്ക് ഫ്രം ഹോമൊക്കെയാണ്. അത് കഴിഞ്ഞ് ഇൻഷുറൻസ് കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് തരാം, പക്ഷേ നമുക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ്, അല്ല എങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞേ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടീച്ചറുടെ മകൾ. ആക്ച്വലി ഇന്നലെ ഇവിടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നല്ലോ, ഞങ്ങൾ കോസ്റ്റയിൽ പോയപ്പോൾ ഇവിടെ ഓണം സെലിബ്രേഷൻ അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ മേഴ്സി ടീച്ചറിനെ അറിയോ, ടീച്ചറിൻ്റെ മകളാണ് ഞാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻഷുറൻസിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ധനുജ എന്നാട്ടോ പേര്. ധനുജ ലീവായിരുന്നു, പക്ഷെ നമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ ധനുജ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനൊരു ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഓക്കെ, നാളെ വർക്കിംഗ് അല്ല, വർക്ക് ഫ്രം ഹോമൊക്കെയാണ്, ഉച്ചവരെയൊക്കെ എല്ലാവരും ഉണ്ടാവത്തുള്ളൂ, പക്ഷേ ഡിസ്ചാർജ് ചെയ്യും, കുറച്ച് ഡിലേ വരും, 9-10 മണിയൊക്കെ ആവും രാത്രി, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഇന്ന് തന്നെ പോകണം, കാരണം നാളെ ഒരു ദിവസം കൂടി നിൽക്കുമ്പോൾ ബില്ലിലൊക്കെ നല്ലൊരു വ്യത്യാസവും കാര്യങ്ങളും വരും. ഞാൻ പറഞ്ഞില്ല, ഇപ്പം തന്നെ നമ്മൾ ആദ്യമേ ഒരു അന്വേഷിക്കുമല്ലോ എത്രയാവും 2 മുട്ട മാറ്റി വെക്കാനായിട്ട് റോബോട്ടിക് സർജറി. അപ്പോൾ അവരൊരു എമൗണ്ട് പറയും, ആ ഒരു എമൗണ്ട് എസ്റ്റിമേറ്റ് നമ്മുടെ മനസ്സിലുണ്ട്. നാളെ ഒരു ദിവസം 5 ദിവസമാണ് അവർ പറഞ്ഞിട്ടുള്ളത്, നാളെ ഒരു ദിവസം കൂടി ആകുമ്പോൾ നമുക്കതിൽ ബില്ലിൽ വീണ്ടും നല്ലൊരു വ്യത്യാസം വരും.
അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് നിർബന്ധം പിടിച്ച പോലെ പറഞ്ഞപ്പോൾ, നിർബന്ധം പിടിച്ച പോലെയല്ലേ വിടാം എന്ന് പറഞ്ഞു. പക്ഷെ മൺഡേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സമാധാനത്തിന് പോവാമല്ലോ. എന്തിനാ ഇപ്പം ഈ ബ്ലഡ് ഇട്ടിട്ട് ഒരു 4 hours വേണം, മിനിമം ഒരു 4 hours വേണം അത് കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 2 മണിയാവും, 1 മണി 2 മണിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ചാർജൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കില്ല, ഒരുപാട് ലേറ്റ് ആവില്ലേ പോകാനെന്നാണ് പറഞ്ഞത്. ഡോക്ടറൊക്കെ ചോദിച്ചത്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് പോകണം എന്ന് പറയുമ്പോൾ ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് പറഞ്ഞു കേട്ടോ. പക്ഷേ ഡിസ്ചാർജ് സമ്മറി ഡോക്ടർ എഴുതിയില്ല. ഈ ബ്ലഡ് ഫുള്ള് കഴിഞ്ഞ ശേഷം, കാരണം ബ്ലഡ് ചെയ്യുമ്പോൾ കയറുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നറിയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്ക് ചിലപ്പോൾ സെറ്റായെന്ന് വരത്തില്ല. അമ്മയ്ക്ക് ഓപ്പോസിറ്റീവാണ്, ഓപ്പോസിറ്റീവ് ബ്ലഡ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ മറ്റൊരു ഡോണറുടെ ബ്ലഡ് നമ്മുടെ ദേഹത്തേക്ക് വരുമ്പോൾ അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ഫുൾ കഴിഞ്ഞിട്ടേ ഡിസ്ചാർജ് എഴുതത്തുള്ളൂ. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ബ്ലഡ് ഇടുകയാണ്. സത്യം കേട്ടോ, ബ്ലഡിൻ്റെ ബാഗ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ടായിരുന്നു. അതിങ്ങനെ അവർ കവർ ചെയ്തിട്ടിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനിങ്ങനെ കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ചില പേഷ്യൻസിനെ കാണുമ്പോൾ ഇത് ബ്ലഡിൻ്റെ ഇങ്ങനെ എത്രയും കാണുമ്പോൾ വല്ലാതെ വരും, അതുകൊണ്ട് കവർ ചെയ്യുന്നത്. പേഷ്യൻസിനല്ല കേട്ടോ, ബൈസ്റ്റാൻഡറിന് കൂടെ നിന്ന് എനിക്ക് ആ ബ്ലഡ് അത്രയും ആ ബാഗിൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് വല്ലാതെ വന്നേ. അങ്ങനെ കറക്റ്റ് ഒരു 4 hours ആയപ്പോൾ, 4 hours ആയില്ല, 3.5 hours ആയപ്പോഴേക്കും അമ്മയുടെ ബ്ലഡിൻ്റെ ഇത് കഴിഞ്ഞു. അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഷിവറിങ് ഉണ്ടോ, ശ്വാസം മുട്ടലുണ്ടോ, ഈച്ചിങ് ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ബ്ലഡ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് BP ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പിന്നെ ഡിസ്ചാർജ്, ഞാൻ പറഞ്ഞു നമുക്ക് പോകണം, നമ്മൾ ഓക്കെ ആണ്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഓക്കെ അമ്മയ്ക്ക് വേറെ കുഴപ്പമില്ലാതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഉച്ചയ്ക്ക് 1:30 മണി എന്തോ ആയി കഴിക്കാനായിട്ട്. അപ്പോൾ സച്ചിൻ്റെ വീട്ടിൽ നിന്ന് ആൻറ്റിയും സച്ചിൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും ബ്രദറിൻ്റെ വൈഫിൻ്റെ അമ്മയൊക്കെ വന്നായിരുന്നു. അവർ വന്ന് കുറേ സമയം ഇരുന്നു കേട്ടോ. അവർ വന്നപ്പോഴേക്കും അമ്മയുടെ ചേച്ചി വല്യമ്മ ഞാൻ ഇതിന് മുന്നേ ചീമ പ്രസവിച്ച് കിടന്നപ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വല്യമ്മയും വന്നു. കുറച്ച് സമയം വന്നപ്പോഴെല്ലാവരും കൂടെ വന്നേ. എന്തെങ്കിലുമൊക്കെ ഞാനും അമ്മയും കൂടെ ഒറ്റയ്ക്ക് അടിച്ച് പോസ്റ്റ് അടിച്ചിരുന്നു. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഇരുന്ന് കാര്യം പറയാനായിട്ട്. വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരോട് കാര്യം പറയണോ ഇവരോട് കാര്യം പറയണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായി പോയി കേട്ടോ. അങ്ങനെ വല്യമ്മയും കുറച്ച് സമയം ഇരുന്നു. അവരും കുറേ സമയമൊക്കെ ഇരുന്നിട്ട് ഉച്ചയ്ക്കാണ് അവർ വന്നത്. പിന്നെ അധിക സമയം ഇരുന്നില്ല, ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സമയമല്ലേ. അമ്മയെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു. അമ്മയ്ക്ക് ആരെങ്കിലും ഇരുന്നാൽ ഭയങ്കര ഇതൊക്കെയാണ്, എനിക്ക് വേണ്ട എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ആരിയ്ക്കുന്നു എന്ന് നോക്കട്ടെ, നമ്മുടെ ഹെൽത്ത് നമ്മളെ നോക്കുക. അങ്ങനെ 2 ചപ്പാത്തിയും പനീർ കറിയാണ് പറഞ്ഞത്. ചപ്പാത്തിയും പനീർ കറിയൊക്കെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പനീർ കഴിക്കുക, പ്രോട്ടീനാണ്. അതുപോലെ ചപ്പാത്തി കഴിക്കാതെയൊക്കെ ഇരുന്നാൽ വീണ്ടും ബ്ലഡ് അടയ്ക്കണം, വീട്ടിൽ പോയിട്ട് വീണ്ടും വരക്കലൊന്നും നടക്കത്തില്ല, നമുക്കത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച 2 ചപ്പാത്തിയും കഴിപ്പിച്ച് എന്നിട്ടൊന്ന് നടത്തിക്കുകയാണ്. നമ്മൾ നടക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ള എക്സസൈസൊക്കെ ചെയ്യാൻ വലിയ പാടാണേ. പാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, വേദന ഉള്ളത് കൊണ്ട് മടിക്കുന്നതാണ്. പക്ഷേ ഇന്നലെ പിന്നെ ഞാനും ജീവയൊക്കെ കുറേ സമയം പിണങ്ങിയിരുന്നു. നമ്മളൊന്നും പറയില്ല, നിങ്ങൾ എന്തോ ഇത്രയും പൈസ മുടക്കി ചെയ്തിട്ട് ചെയ്യാൻ വയ്യ, നമുക്കറിയാം വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളാരും വലിയ ഇതൊന്നും കൊടുത്തില്ല. പിന്നെ തനിയൊക്കെ ചെയ്യുന്നതുണ്ട്. നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാം അമ്മയുടെ വിഷമം, ബുദ്ധിമുട്ട്, അത് എത്രത്തോളം വേദന ഉണ്ടെന്നുള്ളത്. പക്ഷെ ആ വേദനയോട് ഇത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് കേട്ടോ, നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് ആ വേദനയോട് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ടുള്ള ഒരിതാണ്. അത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു പരിധിവരെ ചെയ്യാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ പറ്റിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്നു, മിണ്ടാതിരിക്കുന്നു, വഴക്ക് പറയുന്നു. അതൊക്കെ കാണുമ്പോൾ അമ്മ പിന്നെ ഇതിൻ്റെയൊക്കെ ശല്യങ്ങളെന്ന് പറഞ്ഞെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി ചെയ്യുന്നുണ്ട്. പക്ഷേ നടക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം ഡോക്ടറും ഫിസിയോതെറാപ്പി ഡോക്ടറൊക്കെ അതാ പറഞ്ഞു, നടക്കും. പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊന്ന് സ്റ്റെപ്പ് കയറണമെങ്കിലോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ തറയിലിരിക്കണമെങ്കിലോ അത് പറ്റത്തില്ല, മുട്ട് മടങ്ങത്തില്ല ഇപ്പോഴേ ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ടാണ് പല എക്സസൈസും മുട്ട് മടക്കാനും പൊക്കാനും എടുക്കാനും ഒക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഓരോ കോഫിയെല്ലാം കുടിച്ചിട്ട് വീണ്ടും റൂമിൽ വന്നപ്പോൾ കുഞ്ഞി പക്ഷേ നല്ല സഹകരണം ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കിവിടെ ഫുൾ ഫാൻസും ഫ്രണ്ട്സും ആട്ടോ. വേദയ്ക്കും കുഞ്ഞിക്കും ഫുൾ ഫാൻസും ഫ്രണ്ട്സും ആണ്. എല്ലാവരുമായിട്ട് കൂട്ടാവും, വേറെ പിടക്കമൊന്നുമില്ല. ഭയങ്കര കാര്യം പറച്ചിലൊക്കെയാണ്. ആരെങ്കിലും കാര്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ആ സമയം സച്ചിനും അച്ഛനും കൂടി പോയി ടോയ്ലറ്റ് സീറ്റ് വാങ്ങി. നമ്മളവിടെ നെട്ടയത്തുള്ള ടോയ്ലറ്റ് ആണെങ്കിൽ ഭയങ്കര താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഹൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം, ഒന്നുകിൽ അതിലിരിക്കുന്നത് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഹൈറ്റ് കൂട്ടുന്ന സാധനം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും സച്ചിനും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ്, പേര് പറയുമെന്ന് പറഞ്ഞു. സൺ സർജിക്കൽ മെഡിക്കൽ കോളേജിൻ്റെ അവിടെയാണ് പോയത്. ബൈജുവിൻ്റെ നമ്പറാണ് ഞാൻ
നേരത്തെ കാണിച്ചത്. നിങ്ങൾ സൺസർജ് അവിടെ ഹോൾസെയിലായിട്ടോ കേട്ടോ കൊടുക്കുന്നത്. സൺ സർജിക്കൽ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പോവുകയാണെങ്കിൽ ബൈജുവിനെ കാണുക. ബൈജുവിൻ്റെ നമ്പർ ഇതാണ്. ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് വരാമെന്ന് പറയണം. കാരണം ഒന്ന് പറയണേ, വീഡിയോയിൽ പറയണേ എന്ന് പറഞ്ഞു. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നതാണ്. എനിക്ക് ബൈജുവിനെ കാണാൻ പറ്റിയില്ല എങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നു എന്ന് പറഞ്ഞല്ലോ, വീഡിയോയിൽ പറയണേ എന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ ഹോസ്പിറ്റൽ സാധനങ്ങളെല്ലാം അവിടെ ഹോസ്പിറ്റലായി ബന്ധപ്പെട്ട വീൽ ചെയർ നമ്മളിവിടെ നിന്നാട്ടോ വാങ്ങിയത്. വീൽ ചെയർ, അത് എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. നമുക്കപ്പം സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ആദ്യം ഞങ്ങളോട് ഇൻഷുറൻസ് കവർ ആവില്ല എന്നാണ് ഇൻഷുറൻസിൻ്റെ ടീമും ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് റോബോട്ടിക് സർജറി ആയതുകൊണ്ട് എന്തായാലും നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് 2 lakhൻ്റെ ഇൻഷുറൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ സമയത്ത് നമ്മൾ വന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഒരു 3 years above ഒക്കെ ആയെങ്കിൽ മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ബില്ലിംഗ് സെക്ഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും ഒരു 1.70 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം എന്ന് പറയും. അപ്പോൾ കുറച്ചെങ്കിലും 1 ലക്ഷം രൂപയെങ്കിലും കിട്ടും എന്നൊരിതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ആയതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 5 o'clock ഒക്കെ ആയപ്പോഴാണ്, അല്ല 4 o'clock ഒക്കെ ആയപ്പോഴാണ് ബിൽ ഫുൾ സെറ്റിലായി അവർ ഇൻഷുറൻസിന് അയച്ചത്. ഇൻഷുറൻസിന് ചെന്നിട്ട് ഒരു 3 hours ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 8 മണിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇൻഷുറൻസ് സാങ്ഷൻ ആയോ, ബാക്കി നമ്മൾ എത്ര പേയ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. ഓൾറെഡി നമ്മൾ കുറച്ച് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കൂടെ ഒക്കെ ആയിട്ട് ബാക്കി പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിൽ പോവാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും ചെറിയ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൻബോ വന്നു കേട്ടോ. അത് ഇവിടെ നോക്കിയപ്പോൾ നല്ലതായിട്ട് കാണാൻ പറ്റി. സച്ചിനാണ് നല്ല കണക്ക് നിൽക്കുന്നത് കണ്ടിട്ട് വേറെ കാണാൻ വിളിച്ചതാണ്. അങ്ങനെ ഞാൻ ഓടി വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ പകുതിയുള്ളൂ, റായൊക്കെ കട്ടായിപ്പോയി കേട്ടോ. എന്നിട്ട് വീണ്ടും 5-6 മണിയായപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നു. ക്യാൻറ്റീനിൽ വന്ന് സൺഡേ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ വളരെ കുറവ് കേട്ടോ. പഴംപൊരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ള സാധനം വാങ്ങി ചായയൊക്കെ കുടിച്ചു. പക്ഷേ ഹോസ്പിറ്റലിനെ പറ്റി സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ഹോസ്പിറ്റലാണ്, നല്ല സർവീസാണ്, എല്ലാ കാര്യങ്ങളും നല്ലതാണ്. എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ഇതുള്ളൂ. കിംസിൽ ഫുഡ് സൂപ്പറാണ്, സെറ്റാണ് കേട്ടോ. അവിടുത്തെ ഊണൊക്കെ വാവ്. ഇപ്പോൾ ഞാൻ ചീമയുടെ ചീമ ആക്ച്വലി ഒരു കാര്യങ്ങൾക്ക് അവളിവിടെ ഉണ്ടാവില്ല. അവൾ അബ്രോഡിൽ നിന്ന് പഠിച്ചു. അച്ഛന് വയ്യായിക വന്നാലും അമ്മയ്ക്ക് വയ്യായിക വന്നാലും ഇവിടെ ആർക്ക് വയ്യായിക വന്നാലും അവളുണ്ടാവില്ല, ഞാൻ തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ ചീമയോട് പറയും, ട്രിവാൻഡ്രം ജില്ലയിൽ ഹോസ്പിറ്റൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് മെഡിഫോർട്ട് പറയും, ഒന്ന് കിംസ് പറയും. മീൻസ് അവിടുത്തെ ഫെസിലിറ്റീസ് ആട്ടോ, വേറൊന്നുമല്ല, ഫെസിലിറ്റീസ്. അവിടുത്തെ ഫെസിലിറ്റീസ് കൂടുതലായതുകൊണ്ട് നമ്മളത് പറയും. ഫുഡ് എവിടുത്തെ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ കിംസ് പറയും. ഇവിടുത്തെ പഴംപൊരി ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ PRS പറയും. അങ്ങനെ ഓരോ ഹോസ്പിറ്റലും ഏതൊക്കെ ഉണ്ടെന്നുള്ളത് സത്യമായിട്ട് അറിയാം. PRS അറിയാം, കോസ്മെ അറിയാം, കിംസ് അറിയാം, മെഡിഫോർട്ട് അറിയാം, സാന്ത്വനെ അറിയാം. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും നമ്മൾ കിടന്നിട്ടുമുണ്ട്, ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ സർവീസുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ കിംസും മെഡിഫോർട്ടും എന്നൊക്കെ പറയുന്നത് അതിൻ്റേതായ ഫെസിലിറ്റീസ് ഉണ്ട്, അതിൻ്റേതായ സർവീസ് ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന കാശിന് വോർത്താണ്. അപ്പോൾ PRS ആണെങ്കിൽ കുറച്ചുകൂടെ അത്രയും നമുക്ക് എമൗണ്ട് ആവില്ല, ആ എമൗണ്ടിനുള്ള ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്നുമുണ്ട്. അതാണ് ഓരോ ഹോസ്പിറ്റലിൽ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നല്ല എമൗണ്ട് ആവുന്നുണ്ട്, പക്ഷെ അതിനുള്ള സർവീസ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ബൈസ്റ്റാൻഡറിൻ്റെ ആവശ്യം പോലും നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ഒരാൾ കൂടെ വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളൊരാൾ നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും പക്കയാണ്. ഇപ്പോൾ ഒരു സർജറി ചെയ്താലും അമ്മയുടെ വിരൽ കട്ടായില്ലേ, ആ കട്ടായത് ഇന്നലെ ഒരു സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ അതിൽ പൾസ് നോക്കുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു അത് കട്ടായ ഫിംഗറാണ്, കിട്ടുമെന്ന് അറിയത്തില്ല അമ്മ, കാരണം അതിൽ മരവിപ്പ് പോലെ കേട്ടോ, അത് തൊട്ടാലൊന്നും ചില സമയങ്ങളിൽ അറിയില്ല. അപ്പോൾ ആ സിസ്റ്റർ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് സ്റ്റിച്ച് ചെയ്തതാണോ, കട്ടായത് സ്റ്റിച്ച് ചെയ്തതാണോ, സ്റ്റിച്ചിങ് ഒന്നും കാണുന്നില്ലല്ലോ, എന്ത് പെർഫെക്ഷനായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അത് ആ കിംസിൽ പോയി നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഇതാണ്. അതുപോലെ തന്നെ മെഡിഫോർട്ടിൽ വന്ന് അമ്മയ്ക്ക് ഈ ഒരു സർജറി കഴിഞ്ഞ് അതിൻ്റെ റിക്കവറി ആയിട്ട് ഞാൻ ബാക്കി പറയാം. ഏട്ടന് ഹെർണിയയുടെ സർജറി ഉണ്ടായിരുന്നു. ഒരു പാട് പോലും, കീ ഹോൾ സർജറിയാണ് അന്ന് ചെയ്തത്, ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏട്ടൻ ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അന്നൊരു 3 days എന്തോ ആയിരുന്നു ഇവിടെ അഡ്മിഷൻ. അത് കഴിഞ്ഞ് സുഖമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് കൂടുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇത്രയും വലിയൊരു സർജറി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്തു. ഗണേഷ് ഡോക്ടർ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലായിരുന്നു നമ്മളിങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹം വെൽഫോർട്ടിലാണ് റോബോട്ടിക്
സർജറി ഇവിടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. 8 മണി ആയപ്പോൾ നമുക്ക് ഇൻഷുറൻസിൻ്റെ കോൾ വന്നു, ക്ലെയിം ആയിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ഫുൾ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഒട്ടും കിട്ടില്ല എന്ന് കരുതി, പിന്നെ ഒരു 1 ലാക്കെങ്കിലും കിട്ടിയാലായി എന്ന് കരുതി. പക്ഷേ 2 ലാക്സ് നമുക്ക് കവറായിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് അടയ്ക്കുമ്പോൾ അത്രയെങ്കിലും നമുക്ക് കവറാവുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ 8 മണിക്ക് ശേഷം ഫുൾ പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്ത ശേഷം ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാറിലിരിക്കാൻ ട്രൈ ചെയ്യാമെന്ന് കരുതി, പക്ഷേ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആംബുലൻസിൽ പോകാമെന്ന് കരുതി. പക്ഷെ അമ്മ കാറിൽ കുഴപ്പമില്ലാണ്ട് കയറി, എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് കയറി. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ കാറ് ഫ്രണ്ട് എടുത്ത് വീട്ടിനകത്തേക്ക് കയറ്റി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്തപ്പോഴേക്കും അമ്മ ഇറങ്ങി. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇറങ്ങി. ഞാൻ ഏട്ടനെ കൂടി വിളിക്കാൻ നിന്നതാണ്. പക്ഷെ നമ്മൾ വീടെത്തിയപ്പോൾ 9:30 മണിയായി കേട്ടോ. പിന്നെ ഞാൻ വിളിക്കാം, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 8:30 മണി കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിളിച്ചു വരണമെന്ന് ചോദിച്ചു. കാരണം അമ്മയൊന്ന് പിടിച്ച് സ്റ്റെപ്പ് കയറ്റാനായിട്ട്, ഈ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, സ്റ്റെപ്പ് ഇതുവരെ കയറിയിട്ടില്ല. സ്റ്റെപ്പ് നടക്കാനായിട്ടൊന്ന് ഏട്ടനെ കൂടി ഹെൽപ്പ് ചെയ്യാൻ വിളിക്കാമെന്ന് വെച്ചപ്പോൾ പിന്നെ 8:30 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇന്നലെ ഓണാഘോഷം ഉദ്ഘാടനമായിരുന്നു. അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീടെത്തിയപ്പോൾ 10 മണി ആവാറായി കേട്ടോ. പിന്നെ ഞാൻ വിളിക്കാനായിട്ട് നിന്നില്ല. പിന്നെ പക്ഷെ കുഴപ്പമില്ലാണ്ട് അമ്മ സ്റ്റെപ്പ് കാലെടുത്ത് വെച്ച് എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കയറി. സച്ചിനൂടെയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടി പിടിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്ത് കയറ്റാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ അമ്മ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് പതിയെ കാലെടുത്ത് വെച്ച് തന്നെ ഒന്ന് പിടിച്ചതേ ഉള്ളൂ. അമ്മ തന്നെ പിടിച്ച് കയറിയേ. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്ത കാര്യം ആ ടോയ്ലറ്റ് സീറ്റർ സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അത് ഞാനും ജിമ്മയും സച്ചിനും കൂടെ കുറേ നേരത്തെ പരിപാടിയിൽ അത് സെറ്റ് ചെയ്തു. പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ളത്, നമ്മുടെ അവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കം കുറവാണ്. എൻ്റെ അവിടെ നല്ല ഹൈറ്റാണ്. പക്ഷേ എൻ്റെ അവിടെ താഴത്തെ റൂമിൽ AC ഇല്ല. നമുക്ക് ഹോളിലല്ലേ AC ഉള്ളൂ, റൂമിൽ AC ഇല്ല. മാത്രമല്ല താഴത്തെ റൂം ഫുൾ വസ്ത്രയുടെ സാധനങ്ങളാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്. ടോയ്ലറ്റ് അവിടുത്തത് ഓക്കെയാണ്. ഇവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് കുറവാണ്. അങ്ങനെയാണ് ഈ ടോയ്ലറ്റ് സീറ്റ് ഹൈറ്റർ വാങ്ങിയത്. സീറ്റ് ഹൈറ്റ് കൂട്ടുന്ന സാധനം വാങ്ങിയത്. പക്ഷേ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴത്തെ സാധനം ഉണ്ടായിരുന്നു. അതും ഏകദേശം ഈ ഒരു ഹൈറ്റൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇതിൽ ഫിക്സ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇത് വാങ്ങിയത്. പക്ഷേ അമ്മക്കൊണ്ട് അതിലും ഇരിക്കാൻ പറ്റുന്നില്ല. ഹൈറ്റ് കൂട്ടിയിട്ടും അമ്മയ്ക്ക് അതിലിരിക്കാൻ പറ്റുന്നില്ല. മുട്ട് വളയുന്നില്ല, അത്രയ്ക്ക് പൊക്കം കുറവാണ്. അപ്പം നമ്മളൊരു കയറെല്ലാം കെട്ടിയിട്ടിട്ട് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പം നിൽക്കുന്നത്. അതിന് നാളെ രാവിലെ ആയിട്ട് കയറെല്ലാം കെട്ടിയെന്ന് നോക്കാം. അതിൽ പറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ക്ലോസറ്റ് നല്ല ഹൈറ്റിലാണ്, ഇപ്പോഴേ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇതുകൂടെ വയ്ക്കുമ്പോൾ നല്ല ഹൈറ്റ് ആവും. അന്നൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞ് കളിയാക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ ആ ക്ലോസറ്റിൽ ഏണി വെച്ച് കയറണമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റണം. ഇത്രയും ഹൈറ്റ് കുറവാണ് ആ ക്ലോസറ്റ്. അതിൽ അത്രയും കൂടെ വച്ചിട്ടും അമ്മയെ കൊണ്ട് പറ്റുന്നില്ല. ഇനി ഒരു കയറ് കെട്ടി സെറ്റ് ചെയ്ത് നോക്കണം. പറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ പോകണം. പക്ഷേ അവിടെ അമ്മയ്ക്ക് ചൂടൊട്ട് സഹിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഈ യൂട്രസൊക്കെ റിമൂവ് ചെയ്തതാണ്. അപ്പോൾ അമ്മയ്ക്ക് ചൂടൊട്ട് സഹിക്കാൻ പറ്റില്ല. എപ്പോഴും AC വേണം. പക്ഷേ നമ്മുടെ അവിടെ താഴത്തെ റൂമിൽ AC ഇല്ല. അതൊക്കെയാണ് ഒരു ബുദ്ധിമുട്ട്. മാത്രമല്ല വസ്ത്രയുടെ തുണികളെല്ലാം അതിനകത്തല്ലേ, സാധനങ്ങളും എല്ലാം അതിനകത്താണ്. അതിൻ്റെ ബുദ്ധിമുട്ട് കേട്ടോ. പിന്നെ ഈ ടോയ്ലറ്റ് സീറ്റെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ 10:30 മണിയായി. 10:30 മണിയായിട്ട് ഫുഡ് ഭാഗ്യത്തിന് നോക്കിയപ്പോൾ ഞായറാഴ്ചയാണ്, കിട്ടില്ലെന്നാണ് കരുതിയത്. സൊമാറ്റോയിൽ നോക്കിയപ്പോൾ ഫുഡൊക്കെ ഉണ്ട്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങളെല്ലാവരും മന്തിയും ചിക്കനും, അച്ഛന് ചപ്പാത്തിയും പനീർ കറിയും, അമ്മയ്ക്കും ഒരു അൽഫാമൊക്കെ വാങ്ങി. വീട്ടിൽ സാധനം എത്തിയപ്പോൾ 11:30 മണിയായി. ഫുഡെല്ലാം കഴിച്ചെണീറ്റപ്പോൾ 12:30 മണിയായി. പോയി കിടന്നപ്പോൾ 12:45 1 മണിയായി കേട്ടോ. എന്തായാലും അമ്മയ്ക്ക് കാലിൽ നല്ല വേദനയും ഇന്നിപ്പോൾ ചെറിയ നീരൊക്കെ ഉണ്ട്. ഇന്നലെ നീരുണ്ടായിരുന്നില്ല. സ്റ്റെപ്പൊക്കെ കയറി കുറേ സമയം കാല് തൂക്കിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ ആവാം. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷം. ബാക്കി നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എന്നും പറയും പോലെയല്ല, ഉറപ്പായിട്ടും നാളത്തെ വീഡിയോയിൽ നമുക്ക് എത്ര എമൗണ്ടായി, എന്താ ഏതാന്നൊക്കെ ഉള്ളത് പറയാവേ. അപ്പോൾ ടാറ്റാ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവേ.